ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2850 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് കാഞ്ഞിരക്കുണ്ടാണ്. ഷഫീഖ് അലി ആത്തിക്ക ദമ്പതിമാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് നമുക്ക് കണ്ടു നോക്കാം. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ഡിസൈനുകൾ ഈ വീട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളത് തീർച്ചയാണ്. കോമ്പൗണ്ട് വാള് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ സെൻട്രലായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു പ്ലാൻ ബോക്സ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗേറ്റ് ചെയ്തിട്ടുള്ളത് GI-ൽ HPL ഷീറ്റ് കൊടുത്തിട്ട് 2K പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീടിന് പേര് നൽകിയിട്ടുള്ളത് ആമിന മൻസിൽ എന്നാണ്. ഇവരുടെ ഉമ്മാന്റെ പേരാണ് കേട്ടോ ഇത്. അതാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ട്രോളി കട്ടാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. വെയിലില്ലാത്ത ഭാഗത്താണെങ്കിൽ പേൾ ഗ്രാസ് ആണ് കേട്ടോ നല്ലത്. ഇവർ രണ്ട് തരത്തിലുള്ള ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു സൈഡിൽ പേൾ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇടയിലായിട്ട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് തറയൊക്കെ കെട്ടിയിട്ട് അതിൽ പെബിൾ സ്റ്റോണൊക്കെ കൊടുത്ത് വലിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് കിച്ചൻ്റെ സൈഡാണ് കേട്ടോ. ഇവിടെ ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. ടെറാക്കോട്ടയുടെ ജാളിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വീടിന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കൊറിയൻ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ രണ്ട് ഈന്തപ്പന തൈകളും പ്ലാന്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തവരുടെ നമ്പർ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് റൂഫ്, ഗ്ലാസ് വർക്ക്, GP റെയിൽ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ പോർച്ച് വന്നിട്ടുള്ളത്. പോർച്ചിൻ്റെ ഒരു സൈഡിൽ GI വർക്ക് കൊടുത്തിട്ടുണ്ട്. പോർച്ചിൻ്റെ സൈസ് വരുന്നത് 380x406 ആണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് കാണാം. ഇവിടെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ലപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 320x210 ആണ്. നല്ല ഭംഗിയുള്ള 3 ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്കായിട്ട് ഷൂ റാക്ക് ചെയ്തിട്ടുണ്ട്. 35 ഇയർ വാറണ്ടിയുള്ള ആപ്പിൾ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിൻഡോസിലൊക്കെ വൈറ്റ് PU പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഡോറ് നോക്കാം. വളരെ സിമ്പിളായിട്ട് ടീക്വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിലൊരു മഷാലയുടെ ഒരു കാലിഗ്രഫി ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ സിമ്പിളായിട്ടുള്ള ഹാൻഡിലുമാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു പാസേജ് ഏരിയയിലേക്കാണ്. പാസേജ് മാത്രമല്ല, ഈ ഒരു പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയയുടെ സൈസ് വരുന്നത് 380x320 ആണ്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ താഴെ മാറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മാച്ചായിട്ട് വരുന്ന ഒരു സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോർണർ സെറ്റിയാണ്. ഇവിടെ വിൻഡോസിൽ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോഫയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇവിടെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് WPC വിത്ത് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജിപ്സം സീലിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് വാളിൽ ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ കാണുന്ന ആർക്കിംഗ് ഡ്രൈവ് ഒക്കെ വിനീറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് നേരെ കാണുന്നത് പ്രെയർ റൂമാണ്. ഈ ഒരു ലിവിങ്ങിൽ നിന്ന് കിടക്കുന്ന ഭാഗം ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് സ്റ്റെയറും ഒരു ബെഡ്റൂമും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു
കൊച്ചു ഫാമിലി ലിവിംഗും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കാം. 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ ചെയറുകളാണ് ടേബിളിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ഡൈനിങ്ങിലേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോയിൽ ലോങ് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഡൈനിങ്ങിൻ്റെ ഈ ഒരു കോർണറിലേക്കാണ് വാഷ് ബേസിൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് വിനീറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്. അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ളൊരു മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ജിഐയിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ലൈക്ക ഇൻറ്റീരിയേഴ്സ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഇവിടെ ഡോർസൊക്കെ ചെയ്തിട്ടുള്ളത് WPC 10 വുഡിലാണ്. ഫസ്റ്റ് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് ബെഡ്റൂമിലേക്ക് കയറാനുള്ളത്. ഈ ഒരു പാസേജിൻ്റെ സൈസ് വരുന്നത് 150x120 ആണ്. ഒരു പാസേജിനകത്താണ് ബാത്റൂം വന്നിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 220x130 ആണ്. ഇവിടെ കജാരിയുടെ 2x4 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് ജാഗോറിൻ്റെതാണ്. കൺസീൽഡ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഗ്രോയുടേതാണ്. ആണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. 35 ഇയർ വാറണ്ടിയുള്ള ആപ്പിളിൻ്റെ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയും കോട്ടിൻ്റെ ഹെഡ് വാള് ടെക്സ്ചർ പെയിൻറ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. വാർഡ്രോബും അതുപോലെ കോട്ടൊക്കെ സെയിം മെറ്റീരിയലാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗത്താണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇവിടെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സോഫ സെറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കൊതോറയുടെ പേൾ ഡിസൈനാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഈ ഒരു ഭാഗത്താണ് CCTV കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാസേജ് കാണാം. ഈ ഒരു പാസേജിൽ ഇവിടെ ഒരു BB ബോക്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് എബ്രിക്കിൻ്റെ സെൻട്രലൈസ്ഡ് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന AC, ഫ്രിഡ്ജ്, TV ഇവയ്ക്കൊന്നും സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം വരുന്നില്ല. അതെല്ലാം ഈ ഒരു മെഷീൻ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. 3 ഫേസ് ആണ്. ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ മറ്റേ ലൈനിലേക്ക് അത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്കേഴ്സ് സ്നൈഡറിൻ്റെതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330x360 ആണ്. സിമ്പിൾ ഡിസൈനിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ കോട്ടിൻ്റെ ഹെഡ് ബോർഡിലായിട്ട് ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഹെഡ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടും ഒരു ഷെൽഫ് വന്നിട്ടുണ്ട്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈൻ തന്നെയാണ്. ഇവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ജിപ്സൺ സീലിംഗ് ആണ്. ഇനി ഈ ഒരു റൂമിൽ വന്നിട്ടുള്ള ബാത്റൂം നോക്കാം.
അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് ഇവിടുത്തെ പ്രെയർ റൂമിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ആദ്യം ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് പ്രെയർ റൂം കൊടുത്തിട്ടുള്ളത്. പ്രെയർ റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് 30 mm 10 വുഡ് വെച്ചിട്ടാണ്. അതിൽ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു പ്രെയർ റൂം വിശദീകരിച്ച് കാണാം. ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഇവിടെ കിബില വരുന്ന വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇരുന്ന് നിസ്കരിക്കാനും ഓതാനും ഒക്കെ സൗകര്യപ്രദമായിട്ടാണ്. മുകളിലൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പേൾ പെയിൻറ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ബാത്റൂമിൻ്റെ ഭാഗം നോക്കാം. ഇവിടെ അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ ചെയ്തിട്ടുണ്ട്. വിൻഡോക്കൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബാത്റൂം നോക്കാം. ഇതൊരു ബാത്റൂമായിട്ടല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വുളൂഹ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഒരു ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. കാല് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു കല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കിച്ചൺ നോക്കാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് ഒരു വൈറ്റ് മോഡുലാർ കിച്ചൺ ആണ്. എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതായത് സ്റ്റോർ റൂം, ഫ്രിഡ്ജ് എല്ലാം ഇതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതായത് ഒരു കിച്ചൺ ടൂർ കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക, ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് വിശദീകരിച്ച് വരുമ്പോൾ നമ്മളെ വീഡിയോ ലെങ്ത് ആകും, അതുകൊണ്ടാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ. കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ കുറഞ്ഞ സ്പേസിൽ മുറ്റത്ത് നമുക്ക് എങ്ങനെ അയൽ കെട്ടാം എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം കേട്ടോ. ഇവിടെ ഫ്ലോറിൽ മൊത്തം മാർബിളാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത് GP പൈപ്പിലാണ്. ഈ ഒരു രീതിയിലാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ ലാൻഡിങ് വരുന്നുണ്ട്. അത് ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എത്തുന്നത് ഒരു ഹാളിലേക്കാണ്. ഇവിടെ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ 3 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെയും സിമ്പിൾ സീലിംഗ് ആണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം. നല്ല ഭംഗിയിൽ വുഡ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് ബോർഡിലായിട്ടും മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഒരു കോട്ടിൻ്റെ കളർ തീമിനനുസരിച്ചാണ് ആ ബെഡ്റൂമിലുള്ള വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിതാ ഈ ഒരു കോർണറിലായിട്ടാണ് ബാത്റൂം വരുന്നത്.
അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ്. ഇവിടെ ബാത്റൂമിലൊക്കെ വാട്ടർ പ്രൂഫ് സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മിററും ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഓപ്പൺ ടെറസ് കാണാം. ഈ ഒരു ഹാളിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നാണ്, അതായത് സോഫക്കടുത്ത് നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത്. ഇവിടെ റൂഫ് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിലായിട്ട് സോളാർ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോർണർ ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് പാസേജ് കൊടുത്തിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു സൈഡിൽ തന്നെയാണ് ബാത്റൂമും വരുന്നത്. ഇവിടെ ബാത്റൂമിൻ്റെ ടൈൽ ഡിസൈൻ മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ടൈലിൻ്റെ കോമ്പിനേഷനൊക്കെ ഒന്ന് കണ്ടു വെച്ചോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഡോറ് ബാൽക്കണിയിലേക്കുള്ളതാണ് കേട്ടോ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ടിലേക്കായിട്ട് മൊത്തം ടഫൻഡ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ താഴെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ GP പൈപ്പ് കൊടുത്തിട്ട് അതിൽ PU പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂം കാണാം. ഇവിടെ ഫർണിഷിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ബാത്റൂമും വരുന്നുണ്ട്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.